ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ മെയിനായിട്ട് ആവശ്യമുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയൊന്നും ചേർക്കാതെ കഴിക്കാൻ പറ്റും നല്ല എരിവുള്ള ഒരു ചമ്മന്തി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് കാണുക. അതിന് മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. മൈദ കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തോളൂ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് അതേപോലെ തന്നെ ആ 1 കപ്പിൽ തൈരാണ്. ഇച്ചിരി പുളിയുള്ള തൈര് എടുക്കാൻ നോക്കുക. പിന്നെ അതിനകത്തോട്ട് 1 പച്ചമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മെയിനായിട്ട് മൈദയും അതേപോലെ തന്നെ തൈരുമാണ് വേണ്ടത്. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ തൈര് ചേർത്തിട്ട് നല്ല പോലെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കാരണം നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അഥവാ മിക്സ് ചെയ്യുന്ന സമയത്ത് തൈര് കുറച്ച് കുറവാന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കും. കാരണം കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്, എന്നാൽ ഒരുപാട് ലൂസും അല്ല. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അധികം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സവാള ഒന്ന് നുറുക്കി ചേർത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിന്നാക്കി കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് ഞാനൊരു 5-6 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ്, എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റുമ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചമ്മന്തി എന്ന് പറയുന്നത് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കിടിലൻ ചമ്മന്തിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ വലുപ്പത്തിലുള്ള പുളിയും അതേപോലെ തന്നെ 4-5 വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. കൂടെ 2 തക്കാളിയും ചേർത്തിട്ടുണ്ട്, പഴുത്ത തക്കാളി. പുളി ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കണ്ട, നമ്മുടെ നാരങ്ങ വലുപ്പത്തിൽ ഒന്നും ചേർക്കണ്ട, ഒരു ഇത്തിരി ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീയങ്ങ് ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പോൾ അരക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം കടുക് താളിച്ചിടുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതേ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ തൈര് ചേർക്കുമ്പോൾ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളൂ. അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടാവുമ്പോൾ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ. ചൂടില്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ അപ്പക്കാരൊന്നും ചേർക്കാതെ ആദ്യം ഒന്ന് ചുട്ട് നോക്കുക. കാരണം നിങ്ങളുടെ തൈര് നല്ല തൈരാണെങ്കിൽ, നല്ല പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ അപ്പക്കാരം ചേർക്കാതെ, വെച്ചാൽ സോഡാപ്പൊടി ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ആദ്യം ഒരു 3-4 ഇട്ട് നോക്കിയിട്ട് ബാക്കി ചെയ്താൽ മതി. അപ്പോൾ അഥവാ നിങ്ങൾ ഇട്ടിട്ട് ഇതേപോലെ പൊങ്ങി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു 2 നുള്ളു അപ്പക്കാരം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത ബാച്ച് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം എനിക്ക് ഇടേണ്ടി വന്നിട്ടില്ല, എൻ്റെ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള തൈരായിരുന്നു. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഇതുപോലെ പൊങ്ങി വരും, നമ്മൾ ബേക്കിംഗ് സോഡ ഇടാതെ തന്നെ. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഇത് ഇതേപോലെ നല്ല കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇടുമ്പോൾ മാത്രം ഫുൾ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. ചുട്ടെടുത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ ഇടുകയാണെങ്കിൽ എണ്ണയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇത് നമ്മുടെ നാട്ടിൽ അധികം ഉണ്ടാക്കില്ലെങ്കിലും കർണാടകയിലൊക്കെ മിക്കപ്പോഴും കാണുന്നതാണ്. ഇതിന്റെ കുറേ പല ടൈപ്പ് വേരിയേഷൻസ് അവിടെ ചെയ്യാറുണ്ട്, ഗോളി ബജി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് പുറം നല്ല മൊരിഞ്ഞിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല പഞ്ഞി മാതിരിയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഉറപ്പായിട്ട് ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ നമുക്ക് 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.